ഹലോ, അഭയാരണ്യം ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏരിയ പാണൻകുഴിയിലാണ് കേട്ടോ. അവിടെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങളെ കാത്തിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഗേറ്റ്, കണ്ടോ? ഗേറ്റ് ഇതൊരു ഉണ്ടോ? ഇവിടെ ടിക്കറ്റ് എടുത്താലേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. 50 രൂപയാണ് ഒരാൾക്ക്, അഡൾട്ട് ആയിട്ടുള്ള ആൾക്ക് ഫീസ്. അപ്പോൾ പെരുമ്പാവൂരടുത്തുള്ള പാണൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മനോഹാരിത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇത് വനമാണ്. ധാരാളം സന്ദർശകർ, ഒത്തിരി സന്ദർശകർ ഇവിടെ ഇല്ല. കുറച്ച് സന്ദർശകരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ആളുകൾ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്ഥലം സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. മനോഹരമായ കാടിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണിത്. പാണൻകുഴി ഇതാ, ഏത് വനത്തിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് മരങ്ങളുടെ കൂട്ടത്തിന് ഇടയ്ക്ക് ചെന്നാലും അവിടെ ഉണ്ടാകുന്ന ഒരു പക്ഷി, നമ്മളെ എതിരേൽക്കാൻ ആ പക്ഷി എവിടെയാണ് അവൻ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റണില്ല. പക്ഷേ അവൻ്റെ ശബ്ദം കൊണ്ട് അവൻ എല്ലാവർക്കും സുപരിചിതനാണ്. ആ പക്ഷിയാണ് നമ്മളെ എതിരേറ്റത്. ആദ്യത്തെ കാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ശബ്ദം അവൻ്റെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ പ്ലാന്റേഷനാണിത്. ഇവിടെ മുഴുവൻ തേക്കാണ്. തേക്ക് പ്ലാന്റേഷനിലൂടെ നമ്മൾ വീണ്ടും ഇവിടെ ഒരു വാഹനങ്ങൾ ഇനി ഇതിനപ്പുറത്തേക്ക് കയറി പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം. അതുകൊണ്ട് വാഹനങ്ങൾ കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഉള്ളത് സ്ട്രിക്റ്റ്ലി നടന്ന് മാത്രം പോകാനുള്ള സ്ഥലമാണ്. പക്ഷേ റോഡുണ്ട്. ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ വാഹനത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. അപ്പോൾ പാണൻകുഴി ഇക്കോ ടൂറിസം ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങൾ ഇവിടെ കാണാം. ആകാശത്തെത്തുമോ എന്ന് സംശയമുണ്ട്. ഇത് പക്ഷേ ഇതെല്ലാം സ്വാഭാവിക വനമല്ല, പ്ലാന്റേഷനാണ്. സ്വാഭാവിക വനത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇവിടെ ഒരു റോഡുണ്ട് എന്ന് മാത്രം. 3 വൃദ്ധജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി നടന്നു പോകുന്നുണ്ട്. കണ്ട, ഇത്രമാത്രം വലിയ മരങ്ങളാണ്. നോക്ക്, അതുകൊണ്ട് ഒരു കാടിൻ്റേതായ എല്ലാ ലക്ഷണങ്ങളും തുടക്കത്തിൽ തന്നെ കാണാം. കാടിൻ്റേതായ ആ ഒരു, എവിടെയോ ഒരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എരമ്പൽ ഉള്ള ഇങ്ങനെ, ഒപ്പം മാനം മുട്ടി നിൽക്കുന്ന മരങ്ങളും ചെടികളും ഇടതൂർന്ന് വളരുന്ന വൃക്ഷലതാദികളും ഒക്കെ കൊണ്ട് വളരെ സമ്പന്നമായ ഈ കാനനഭംഗി കണ്ടോ? വെറും കാടാണ്. മനുഷ്യൻ്റെ പാദസ്പർശനേക്കാത്ത ഒരു ഇഞ്ച് പോലും ഭൂമിയിലില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവിടെയൊക്കെ മനുഷ്യൻ്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മുളങ്കാടാണ്. അതിനപ്പുറത്ത് നിബിഡവനം ആരംഭിക്കുകയാണ്. മരങ്ങൾ സ്വയമേവ തീർത്ത ഒരു പ്രതിരോധ കവചം അല്ലെങ്കിൽ വലയം എന്ന് പറയാം.